വാട്ട് ഇഫ് ഹിന്ദുസത്തിലെ മഹാദേവൻ പരമശിവൻ എന്നറിയപ്പെടുന്ന ദൈവം ദൈവമല്ലെങ്കിലോ, അദ്ദേഹത്തിന്റെ കർമ്മഫലത്താൽ അദ്ദേഹം ദൈവത്തിന്റെ സ്ഥാനത്തിൽ എത്തിയതാണെങ്കിലോ? ഈ ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? യെസ്, ഈ ഒരു ചിന്ത വെച്ചിട്ട് ഹിന്ദി എഴുത്തുകാരനായ അമീഷ് ത്രിപാഠി എഴുതിയ ഒരു സെറ്റ് ഓഫ് ബുക്സ് ആണ് ശിവ ട്രയോളജി എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഓഫ് ബുക്സ്. ഇതിന്റെ ഫസ്റ്റ് ബുക്കാണ് ദ ഇമോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന് പറയുന്ന ബുക്ക്. പിന്നെ സെക്കൻഡ് ബുക്ക് ദ സീക്രട്ട് ഓഫ് നാഗാസ് ആൻഡ് തേർഡ് ബുക്ക് ദ ഓത്ത് ഓഫ് വായുപുത്രാസ്. സോ ഈ ബുക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. വ്ളോഗിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആഷത് കൃഷ്ണ. സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദി എഴുത്തുകാരനായ അമീഷ് ത്രിപാഠി എഴുതിയ സെറ്റ് ഓഫ് ബുക്സ് കോൾഡ് ദ ശിവ ട്രയോളജി എന്ന് പറഞ്ഞിട്ടുള്ള 3 ബുക്സ് ആണ് ആ ഒരു സെറ്റിലുള്ളത്. അപ്പൊ അതിലുള്ള ഫസ്റ്റ് ബുക്കാണ് ഈ ഒരു ഇമോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന് പറയുന്നത്. സെക്കൻഡ് ബുക്ക് ദ സീക്രട്ട് ഓഫ് നാഗാസ് ആൻഡ് ദ തേർഡ് ബുക്ക് ഓത്ത് ഓഫ് വായുപുത്രാസ്. അപ്പൊ ഇതിന്റെ റിവ്യൂലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത് എങ്ങനെ എനിക്ക് ഈ ബുക്ക് കിട്ടി എന്നുള്ളതാണ്. അതായത് അത് പറയാൻ തോന്നി, അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കോളേജിൽ പഠിക്കുകയാണിപ്പോ. അപ്പൊ ലൈബ്രറിയിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ഇതിന്റെ 3ാമത്തെ ബുക്ക് എനിക്ക് കിട്ടി. ഓത്ത് ഓഫ് വായുപുത്രാസ് എന്നുള്ള ബുക്ക് കിട്ടി. അതിന്റെ ഒരു ആദ്യത്തെ ഒരു 10 പേജ് വായിച്ചപ്പോഴത്തേക്കും എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോ 3-4 വട്ടം ഞാൻ വായിച്ചു നോക്കി, എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. കാര്യം അതിൽ കുറെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിന് കുറെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, അതൊന്നും ഈ ബുക്കിൽ പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് ആ സീരീസിന്റെ 3ാമത്തെ ബുക്കാണ്. ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് ഇമോർട്ടൽസ് ഓഫ് മെലൂഹ എന്നുള്ള ഒരു ബുക്കാണ്. അപ്പോ അത് വായിച്ചാൽ മാത്രമേ 2ാമത്തെ ബുക്കും പിന്നെ 3ാമത്തെ ബുക്കും മനസ്സിലാകത്തുള്ളൂ എന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എന്ത് ചെയ്തു, ലൈബ്രറിയിൽ ഈ ബുക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വേഗം തന്നെ ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് ജസ്റ്റ് വായിച്ചു നോക്കി. അപ്പം എനിക്ക് തോന്നുന്നു 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചു. അത് കുറെ കാലമായി ഞാൻ വായിച്ച് വായനാശീലം ഉണ്ടായിരുന്നു. ബട്ട് കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശീലമൊക്കെ മാറി തുടങ്ങി. അപ്പൊ കുറെ കാലമായി ഞാൻ വായിച്ചിട്ട്, എന്നാലും ഒരു 1 to 2 ഡേയ്സ് കൊണ്ട് ഞാൻ ഈ ഒരു ബുക്ക് തീർത്തു. പിന്നെ ഉള്ള ഒരു ഐ തിങ്ക് 4 to 5 ഡേയ്സ് കൊണ്ട് ഞാൻ ഈ ഒരു ബുക്ക് തീർത്തു. എന്തായാലും ഇതൊന്നും ഒരു 1-1.5-2 ആഴ്ച കൊണ്ട് ഞാൻ ഈ 3 ബുക്കും തീർത്തു എന്നുള്ളതാണ് കാര്യം. അത്ര എൻഗേജിങ് ആയിട്ട് തോന്നി എനിക്കിത് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ റിവ്യൂയിലോട്ട് കടക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഇമോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്കാണ്. സോ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഈ ഒരു ബുക്കില് ഒരിടത്തും റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം നല്ല പ്രോപ്പർ സ്റ്റോറി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഐ തിങ്ക് ഒരു ഫിക്ഷണൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറിയാണ്. സോ ഈ ഒരു ബുക്കിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ടിബറ്റിയൻ റീജിയനിലുള്ള ശിവ എന്ന് പറയുന്ന ആള് എങ്ങനെ മെലൂഹയിൽ എത്തുന്നു എന്ന്. മെലൂഹ എന്ന് പറയുന്ന സിറ്റിയാണ്. അപ്പൊ മെലൂഹയിൽ എത്തുന്നു എന്നും മെലൂഹയിലെ ആൾക്കാരുടെ കാര്യങ്ങളുമാണ് പറയുന്നത്. അവർ ആരെയൊക്കെയാണ് ആചരിക്കുന്നത്, പിന്നെ ആരെയൊക്കെയാണ് ഭയക്കുന്നത്, ആരെയൊക്കെയാണ് അവരുടെ ശത്രുക്കൾ എന്നിവയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. പിന്നെ എന്താണ്, കുറച്ചുകൂടി സ്റ്റോറി ഉണ്ട്, പിന്നെ കുറച്ചുകൂടി ലവ് ഉണ്ട്, ആക്ഷൻ സീക്വൻസ് ഉണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു ബുക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ദ ഇമോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ദ സീക്രട്ട് ഓഫ് നാഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക്. ഈ ഒരു ബുക്ക് പറയുന്നത് നാഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇമോർട്ടൽസ് ഓഫ് മെലൂഹയിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം ശരിയാണ്, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ അതുപോലെ അവരുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ബുക്ക് മെയിൻ ആയിട്ട് പറയുന്നത്. സോ ഈ ഒരു 2 ബുക്സും എന്താണ്, നല്ല നമുക്ക് ഒറ്റ സ്റ്റാൻഡിൽ വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അതിന്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ബുക്ക് ട്വിസ്റ്റുകളുടെ മാലപ്പടക്കമാണ്. കുറേ ട്വിസ്റ്റുകൾ ഈ ഒരു ബുക്കിൽ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ട്വിസ്റ്റ് ഈ ഒരു ബുക്കിൽ വരുന്ന ലാസ്റ്റ് പേജ് എന്ന് പറയുന്ന ട്വിസ്റ്റ് ആണ്. അതിന്റെ ബാക്കിയാണ് ഈ ഒരു ബുക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിന്റെ ലാസ്റ്റ് പേജിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിന്റെ ബാക്കിയാണ് ഈ ഒരു ബുക്കിലും പറഞ്ഞു വരുന്നത്. അതായത് ഇതാണ് ദ തേർഡ് ആൻഡ് ലാസ്റ്റ് ബുക്ക് ഓഫ് ദ സീരീസ്, ദാറ്റ്സ് ദ ഓത്ത് ഓഫ് വായുപുത്രാസ് എന്ന് പറയുന്നത്. അതായത് ആരാണ് ഈ വായുപുത്ര ട്രൈബ്സ് എന്നും അവരുടെ എന്ത് ഓത്താണ്, ലൈക്ക് അതിനെ കുറിച്ചാണ് ഒരു കണ്ടിന്യൂവേഷൻ. ലാസ്റ്റ് എൻഡിങ്ങിലോട്ടാണ് ഈ ഒരു 3ാമത്തെ ബുക്ക് പോകുന്നത്. സോ ഇത്രയാണ് ഈ 3 ബുക്സിനെ കുറിച്ചും സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് ഈ 3 ബുക്സിൽ നിന്നും ലൈക്ക് എനിക്ക് വായിക്കാൻ കൂടുതൽ തോന്നിയ കാര്യം എന്താന്ന് വെച്ചാല് അമീഷിന്റെ പേഴ്സോണിഫിക്കേഷൻ സ്കിൽസ് ആണ്. അതായത് ഓരോ സിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഓരോ വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിലും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് തന്നെ പറയുന്നത്. അതായത് നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ച് വായിക്കുമ്പോഴും നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ സിറ്റീസിനെ കുറിച്ച് നോക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി കോർണർ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ തോന്നിപ്പോവും ബ്ലൂ പ്രിന്റ് ഒക്കെ വരച്ചിട്ട് സിറ്റീസ് മോഡൽ ചെയ്ത്
ചെയ്തിട്ടാണ് ഇവർ എഴുതുന്നത് എന്ന്. കാര്യം അത്രയും നന്നായിട്ടാണ് ഇദ്ദേഹം ഇതില് പേഴ്സോണിഫിക്കേഷൻ ചെയ്യുന്നത്. ആൾക്കാരെ ആണെങ്കിലും ആ ഒരു സിറ്റീസ്, ഒരു സ്ഥലങ്ങളെ കുറിച്ചാണെങ്കിലും എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കാര്യം ഈ ഒരു 3 ബുക്സിലും ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബുക്കിൽ ഒരു റിലീജിയൻ ആസ്പെക്റ്റും വന്നിട്ടില്ല. ഇത് ടോട്ടൽ ഒരു ഫിക്ഷണൽ ബുക്കാണ്. ഇത് ബുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ശിവ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ദൈവതുല്യനായത്, അദ്ദേഹത്തിന്റെ കർമ്മഫലത്താൽ ദൈവതുല്യനായത്. പിന്നെ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 1900 BC ഇൻഡസ് സിവിലൈസേഷൻ ആ ഒരു ടൈമിലാണ് പറയുന്നത്. അതായത് ഈ ബുക്കിൽ നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. സോ ഇത്രയാണ് എനിക്ക് 3 ബുക്സിനെ കുറിച്ച് നോൺ സ്പോയിലർ ആയിട്ട്, ഒരു സ്പോയിലറും പറയാതെ റിവ്യൂ പറയാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കൂടിയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് പേജിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ബുക്ക് വായിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ വെച്ച് കാണാം. സോ ടിൽ ദെൻ വ്ളോഗിംഗ് വേൾഡ് ബൈ കൃഷ്ണ സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ ബൈ.